പുത്തൻപണം എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിനിടയിൽ യാദൃശ്ചികമായിട്ട് മമ്മൂക്ക ആ കഥ കേൾക്കുകയും അങ്ങനെ മമ്മൂക്ക ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് അതൊരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ അതൊരു മെഗാസ്റ്റാർ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. ഞങ്ങളൊരു മീറ്റിംഗ് പോയിട്ടുണ്ട് കോഴിക്കോട് മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞ്. അവിടെ വെച്ചിട്ട് ഒരു ദിവസം അദ്ദേഹം ഞങ്ങളെല്ലാവരും കൂടി സുഹൃത്തുക്കളെല്ലാം ഉള്ള സമയത്ത് അദ്ദേഹം പറയുകയാണ്, നീ എന്താ സിനിമ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നല്ല തിരക്കഥ കിട്ടാത്തതുകൊണ്ട്. എന്നാൽ ശരി പിടിച്ചോ എന്ന് 4 കഥ എൻ്റെ അടുത്ത് പറയുന്നു. ഇല്ല, നമ്മളൊരു സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അഭിപ്രായം പറയാം. കാരണം ഞാനൊരു സിനിമ കണ്ടാൽ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല താങ്കളത്. അപ്പോൾ അതുപോലെ നമുക്ക് രണ്ടാൾക്കും അതിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ സിനിമ കാണാതെ പോയിട്ട് പറയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗിരീഷ് ദാമോദറാണ്. അപ്പം ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പം നമുക്ക് പുതിയ വിശേഷം തന്നെ പറഞ്ഞു തുടങ്ങാം. അത് കേൾക്കാനായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ള കാര്യം എന്ന് പറയുന്നത്. അങ്കിൾ എന്ന സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ അതാണ്. അപ്പൊ പുതിയ സിനിമ ഉണ്ടോ? എന്താണ് പുതിയ വിശേഷം? പുതിയ സിനിമ വളരെ വൈകാതെ തന്നെ അനൗൺസ് ചെയ്യും. മിക്കവാറും ഈ മാസം തന്നെ അനൗൺസ് ചെയ്യും. മലയാളത്തിലെ ഒരു യുവതാരം അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഫാമിലി ത്രില്ലർ ജോണറിലൊരു സിനിമയാണ്. അത്രയും ഇപ്പം പറയാനുള്ളൊരു നിർവാഹമുള്ളൂ. കാരണം ബാക്കി അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ വൈകാതെ തന്നെ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പൊ ഈ അങ്കിൾ എന്ന സിനിമ 2018 ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പൊ ഇത്രയും ഗ്യാപ്പ് എടുത്ത എന്താ ഒരു പുതിയ സിനിമയ്ക്ക്? ഗ്യാപ്പ് നമ്മൾ എടുക്കുന്നതല്ല. കാരണം സിനിമ സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ ഒരു സിനിമ എഴുതുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രോപ്പർ ഒരു സമയം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിങ് അല്ലല്ലോ. നമ്മൾ അതിന് ശേഷം നിരന്തരമായിട്ട് കഥകൾ കേൾക്കുകയും അതിൻ്റെ ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതിന് പറ്റുന്ന ഒരു താരത്തിൻ്റെ ഒരു ഡേറ്റും ഒക്കെ ആയി വരുമ്പോഴത്തേക്ക് എടുക്കുന്നൊരു സമയമാണ്. അല്ലാതെ നമ്മളായിട്ട് സ്വയം ഒരു സമയം എടുക്കുന്നതല്ല. ഇല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേട്ടന്, സിനിമ എന്നാൽ എന്താണ്? അതിപ്പം ഇപ്പൊ ഒരു ചില ആളുകൾ സിനിമേനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അയാളുടെ ഒന്നില്ലെങ്കിൽ അയാളുടെ ഒരു ഇമാജിനേഷൻ പറയാനോ, അല്ലെങ്കിൽ ചിലത് പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരു സിനിമയിലൂടെ ഇന്നത് പല ആൾക്കാരും പറയുന്നുണ്ട്, അയാളുടെ ഒരു കാര്യം പറയാനായിരിക്കും അല്ലെ സിനിമ ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്താണ് സിനിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണ്. എനിക്ക് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കലാപാരമ്പര്യം എന്നുള്ളൊരു കുടുംബത്തിൽ നിന്നല്ല ഞാൻ വന്നത്. അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ യാദൃശ്ചികമായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിനിമ ഷൂട്ടിംഗ് കാണുകയും അപ്പോൾ അവിടുന്ന് ഉണ്ടാവുകയാണ് ഇത് എങ്ങനെയാണ് സിനിമ ഉണ്ടാക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ഞാനൊരു സിനിമ ചെയ്യുമ്പം ഒരു സമകാലീന പ്രസക്തിയുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എന്തെങ്കിലും ഒരു എലമെൻ്റ് അതിൽ വേണം. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ, എന്തെങ്കിലും ഒരു മാറ്റർ. ഇപ്പോൾ അങ്കിളാണെങ്കിലും ഒരു കപട സദാചാരത്തിൻ്റെ ഒരു എലമെൻ്റ് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇനി വരുന്ന സിനിമയിലും അതുപോലെ ചെറിയൊരു എലമെൻ്റ് ഉണ്ടാവും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഓരോ സംവിധായകർക്കും അവരുടേതായ കാഴ്ചപ്പാടും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതാണ്. ഒരു സോഷ്യലി നടക്കുന്ന ഒരു കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ അങ്കിൾ എന്ന സിനിമ പറഞ്ഞ പോലെ തന്നെ അതിലും ഇന്നും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിനിമ സംസാരിക്കുന്നത്. ഇന്ന് നമ്മളെ സമൂഹത്തിൽ അങ്ങനെ ഒരു കാര്യം കാണാൻ സാധിക്കും. അപ്പം ജോയ് മാത്യുവിന്റെ തിരക്കഥയിൽ ഉണ്ടായ ഒരു സിനിമയാണത്. ആ ഒരു സിനിമയെ പറ്റി എന്താ പറയാനുള്ളത്? ആ സിനിമ ജോയ് മാത്യുവും ഞാനുമായിട്ടുള്ളൊരു ബന്ധം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അദ്ദേഹം ബോധി ബുക്സ് നടത്തുന്ന എല്ലാവർക്കും അറിയാം, കോഴിക്കോടുകാർക്കൊക്കെ അറിയാം. ആ കാലഘട്ടം മുതലുള്ള, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലുള്ള, ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചുള്ളൊരു ബന്ധമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നടനായും സംവിധായകനായും മാറുന്നത് ചരിത്രം. അതിനുശേഷം ഞങ്ങൾ ആ ബന്ധം തുടർന്നു വന്നു. പിന്നീട് ഞാനൊരു വഴിക്ക് സഹസംവിധായകനായിട്ട് സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പല സംവിധായകരെയും കൂടെ വർക്ക് ചെയ്യുന്നു. അതിനിടയിൽ ഞങ്ങളൊരു മീറ്റിംഗ് പോയിട്ടുണ്ട് കോഴിക്കോട് മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞ്. അവിടെ വെച്ചിട്ട് ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി സുഹൃത്തുക്കളെല്ലാം ഉള്ള സമയത്ത് അദ്ദേഹം പറയുകയാണ്, നീ എന്താ സിനിമ ചെയ്തത്? ഞാൻ പറഞ്ഞു, നല്ല തിരക്കഥ കിട്ടാത്തതുകൊണ്ടാണ്. എന്നാൽ ശരി പിടിച്ചോ എന്ന് പറഞ്ഞു 4 കഥ എൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? കാരണം അദ്ദേഹം അത്രയും അഭിനയത്തിൽ തിരക്ക് പിടിച്ച് ലൊക്കേഷനിലേക്ക് ഓടി നിൽക്കുന്ന സമയമാണ്. എനിക്കൊരു വാക്കേ ഉള്ളൂ, അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പുള്ളിനെ വീണ്ടും കണ്ടു, പറഞ്ഞു അതെ നിനക്ക് ഏത് സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിലുള്ളൊരു എലമെൻ്റ് എടുത്തിട്ട് നമ്മൾ സിനിമ ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വരികയും പിന്നീട് അതിൻ്റെ പ്രോസസ്സിങ്ങായി ഞാൻ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ജോലി ഞാൻ നിർത്തി വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അന്ന് പറഞ്ഞ സബ്ജക്റ്റ് അല്ല അത് മാറ്റിയിട്ടാണ് അങ്കിളിലേക്ക് എത്തുന്നത്. അതും യാദൃശ്ചികമായിരുന്നു. ആ കഥ ഉണ്ടാകുന്നതൊക്കെ ഒരുപാട് പറയാനുണ്ട്, ഇപ്പം പറഞ്ഞാൽ തീരില്ല.
അങ്ങനെയാണ് അങ്കിൾ ഉണ്ടാവുന്നത്. ഒരു എലമെൻറ്റ് യാദൃശ്യം ഒരു യാത്രയിൽ ആ ഒരു എലമെൻറ്റ് വരികയും അങ്ങനെ അതിലോട്ട് കടന്നത്. അപ്പം മമ്മൂട്ടിയിലേക്ക് ഫസ്റ്റ് സിനിമ തന്നെ മമ്മൂക്കൻ്റെ കൂടെയാണ് ചെയ്തത്. അപ്പം മമ്മൂട്ടിയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഞാൻ ജോയ് മാത്യുവിൻ്റെ ഇൻ്റർവ്യൂ കേട്ടായിരുന്നു, മമ്മൂക്ക സെലക്ട് ചെയ്തതാണ് ആ കഥ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല, അതായത് മമ്മൂക്കയോടൊപ്പം കുറച്ച് സിനിമകളിൽ ഞാൻ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഏതൊരു ആളും സ്വതന്ത്രനാകുമ്പോൾ നമ്മളൊരു ആഗ്രഹമാണ് സൂപ്പർ താരത്തിനെ വെച്ചിട്ട് നമുക്ക് സംവിധാനം ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് മമ്മൂക്കയെ പോലെ. കാരണം വെച്ചാൽ മമ്മൂക്കയാണ് ഒരുപാട് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തിരിക്കുന്ന നടൻ എന്നുള്ളത് മമ്മൂക്കയ്ക്ക് ഉള്ളതാണ്. അപ്പം മനസ്സിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ കഥ പറഞ്ഞു വന്നു ഇത് അപ്പം ഒരു ആർട്ടിസ്റ്റിനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ജോയേട്ടൻ അത് എഴുതാനിരിക്കുന്നു, കംപ്ലീറ്റ് അത് എഴുതി തീർത്തതിന് ശേഷം നമ്മൾ ആര് എന്നുള്ള ആലോചന വന്നു. അങ്ങനെ പുത്തൻപണം എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിനിടയിൽ യാദൃശികമായിട്ട് മമ്മൂക്ക ആ കഥ കേൾക്കുകയും അങ്ങനെ മമ്മൂക്ക ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് അതൊരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ അതൊരു മെഗാസ്റ്റാർ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. അതൊക്കെ യാദൃശികമായി, നമ്മളതൊന്നും പ്ലാൻ ചെയ്തതല്ല. ഹിറ്റായ ഒരു സിനിമയായിരുന്നു, കമേഴ്ഷ്യലി ഹിറ്റായ ഒരു സിനിമയായിരുന്നു. അപ്പൊ ഇത്തരത്തിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു, നെഗറ്റീവ് അല്ല പക്ഷെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് അല്ലേ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കഥ പറഞ്ഞപ്പോ മമ്മൂക്കേന്റെ ഇത് എന്തായിരുന്നു, ഈ ഒരു സമീപനം എന്തായിരുന്നു? അല്ല, ഇന്ന ക്യാരക്ടറുകൾ ചെയ്യണമെന്ന് സിനിമയുടെ ഒരു മൊത്തം കഥയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും ആ കൃഷ്ണകുമാറിന്റെ ക്യാരക്ടർ ഞാൻ ചെയ്യാമെന്ന് പറയും. അപ്പം ജോയേട്ടനും നമുക്കൊക്കെ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം മമ്മൂക്കയെ പോലുള്ള ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കാരണം മലയാളികളുടെ ഒരു മോറൽ അംബാസഡർ ആണല്ലോ മമ്മൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഞങ്ങൾക്കും ഉണ്ടെങ്കിലും, പക്ഷേ അത് സിനിമ സംഭവിച്ചപ്പോൾ ആ റോൾ മമ്മൂക്ക ചെയ്തപ്പോൾ അത് വളരെ മനോഹരമാവുകയും എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇതൊരു റോഡ് മൂവി പോലെയാണ്, മീൻസ് അവരുടെ ഒരു യാത്രയിൽ നിന്ന് തുടങ്ങിയിട്ട് സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ആ ഇതിന്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ അതൊരു കുറേ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ഒരു യാത്രയാണ് സിനിമ കാണിക്കുന്നത്. അപ്പൊ ആ സമയത്തുള്ള ഷൂട്ടിംഗ് സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? ഷൂട്ടിംഗ് ട്രാവലിംഗ് എല്ലാം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അല്ലാതെ ഈ ഗ്രീൻ മാറ്റ്, ക്രോമ ഫ്ലോർ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. നമുക്ക് മമ്മൂക്ക ആയതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് നമുക്ക് ട്രാവൽ ചെയ്തിട്ട് തന്നെ അങ്ങനെ കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ പടം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഭംഗി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അങ്കിൾ എന്ന് പറയുന്നത്. അഴകപ്പൻ സാറ് മനോഹരമായിട്ട് അത് ഷൂട്ട് ചെയ്തത്. അതിലെ പാട്ടുകളും മ്യൂസിക് ബിജിബാലായിരുന്നു. പാട്ടുകളും ഒരുപാട് നല്ല മനോഹരമായ പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോവിഡിന് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നത്. ആളുകളുടെ പ്രേക്ഷകരുടെ ഒരു മനോഭാവമായാലും മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒരു തിയേറ്ററിൽ ഇന്ന് OTT പ്ലാറ്റ്ഫോം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ തിയേറ്ററിൽ ചില സമയത്ത് ചില സിനിമകൾ വിജയിക്കുന്നില്ല. ഇപ്പം ഇറങ്ങിയ സിനിമകളിൽ പോലും കുറച്ച് സിനിമകളാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം നോർമൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയ്ക്ക് ചിലപ്പോൾ തിയേറ്ററിൽ വിജയം കാണാൻ പറ്റിയില്ലെങ്കിലും OTTയിൽ ഒരുപാട് സ്വീകാര്യത ലഭിക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ അടുത്തൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ തിയേറ്ററിൽ ഇന്നത്തെ പ്രേക്ഷകനെ തിയേറ്ററിൽ ഇരുത്തിക്കണ എന്തൊക്കെ എലമെന്റ് വേണമെന്നാണ് വിശ്വസിക്കുന്നത്? അതായത് നമ്മൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ വീട്ടിലിരുന്ന് വേറെ ഒന്നും ചെയ്യാൻ ഇല്ലാതിരുന്ന സമയത്താണ് എല്ലാവരും TV ആശ്രയിച്ചിരിക്കുന്നത്. ആ സമയത്താണല്ലോ ഈ OTT പ്ലാറ്റ്ഫോം നമ്മളിങ്ങനെ സിനിമകൾ വീട്ടിൽ നിന്ന് കാണാൻ തുടങ്ങുന്നതും പുതിയ സിനിമകൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരാനും തുടങ്ങിയത്. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസിൽ നമുക്ക് കാണേണ്ട സിനിമകൾ നമ്മൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണും. 2018 എല്ലാവരും തിയേറ്ററിൽ പോയിട്ട്, അപ്പോൾ TV വരുമ്പോൾ നമുക്ക് നമ്മൾ വീണ്ടും കാണുകയായിരിക്കാം. പക്ഷേ അതൊന്ന് തിയേറ്ററിൽ പോയി കാണണം എന്ന് പറയുന്നത് അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ അതുപോലെ തിയേറ്ററിൽ വെച്ച് കാണേണ്ട സിനിമകൾ നമ്മൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ അടുത്ത സിനിമകൾ ചെയ്യുന്നത് തീർച്ചയായും തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി ത്രില്ലർ ആണെങ്കിലും അത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ പല നല്ല സിനിമകളായാൽ പോലും ഒരു ഫാമിലി ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, ഒരു ചെറിയൊരു കഥയാണെങ്കിൽ പോലും മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ തിയേറ്ററിൽ അത് വിജയം കാണുന്നില്ല. OTTയിൽ ഒരുപാട് പേര് കണ്ടിട്ട് അതിനുശേഷം നമ്മൾ ഫേസ്ബുക്കിലും അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ആ സിനിമയ്ക്ക് ഒരു മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് വലുതായിട്ട്. അത് എന്താണെന്ന് അറിയില്ല. കാരണം കുറേ സിനിമകൾ, ചെറിയ ചെറിയ സിനിമകൾ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് മാർക്കറ്റിംഗ് ആണോ എന്താണ് അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ സിനിമകൾ മുമ്പത്തേക്കാളും ഒരുപാട് എണ്ണം കൂടിയിരിക്കുന്നു ഇപ്പോൾ. കാരണം വെച്ചാൽ ഇപ്പോൾ ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ. മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം ഇറങ്ങേണ്ട സിനിമ ഏകദേശം ഈ ഒരു 5-6 മാസത്തോളം ഒരു വർഷത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ പുതിയ പുതിയ ആളുകൾ വരുന്നു, ഒരുപാട് പുതിയ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്.
അവർക്ക് ഒരുപാട് ഇന്നത്തെ ആധുനിക ടെക്നോളജി ഉണ്ടല്ലോ, മുമ്പത്തെ പോലെയല്ല. അപ്പം സിനിമകളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അതിൽ നിന്ന് സെലക്ട് ചെയ്യായിരിക്കാം. കാരണം ഇന്നിപ്പോ ഒരു പ്രേക്ഷകന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയാല് അതിൽ പണ്ടൊക്കെ ഒരു നടനെ നോക്കി കാണാൻ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു, അല്ലെ അത് സംവിധായകന്റെ ഒരു സിനിമ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മുതൽ ക്യാമറ, മ്യൂസിക് ഒക്കെ അവർ എഡിറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് ഒരു സിനിമേനെ ആളുകൾ വിലയിരുത്തുന്നത്. ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഇന്നൊരു സിനിമ ഇറക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ക്യാരി ചെയ്തിട്ടാണ് ഒരു സിനിമ ഇറക്കേണ്ടത്. അത് ഒരു വലിയൊരു ഇതല്ലേ, ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ പറ്റണ്ടേ? അതെ, വലിയൊരു വെല്ലുവിളി തന്നെയാണത്. കാരണം മുമ്പ് ഈ പറഞ്ഞ പോലെ സിനിമയുടെ എണ്ണം കുറവായിരുന്നെങ്കിലും നമുക്ക് ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് സിനിമ ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഒരുപാട് ഘടകങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പം ഒരു സിനിമ ഇറങ്ങുമ്പം ഒരുപാട് വിമർശനങ്ങളും വരുന്നുണ്ട്. നല്ലത് പറയുമ്പോൾ അതിനെതിരെ വിമർശനങ്ങളും വരും. നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് അങ്ങനെ കുറെ സാധനങ്ങൾ വരുമ്പോഴും സിനിമേനെ എല്ലാ രീതിയിലും ഇങ്ങനെ എന്താ മുറിച്ച് പരിശോധിക്കുന്നുണ്ട് പ്രേക്ഷകർ. ആ ഒരു ഇതിനെ എങ്ങനെയാണെന്ന് അത്രത്തോളം മുറിച്ച് പരിശോധിക്കാനും ഈ എൻ്റെ രാഷ്ട്രീയപരമായിട്ട് അതിനെ ഞാൻ അത്ര അറിവുള്ള ഒരാളല്ല. ഞാൻ സിനിമ തന്നെ ഇപ്പം പഠിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ്. പക്ഷെ പ്രേക്ഷകർ അങ്ങനെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ എന്ത് വന്നാലും അത് എല്ലാ കാര്യത്തിലും ഉണ്ടാവുമല്ലോ, സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മൂവി റിവ്യൂസ് പറയുന്നതിനെ പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് റെലവെന്റ് ആയിട്ട്. അപ്പം ഇപ്പം ഇതിന്റെ PR തന്നെയാണ് മീഡിയാസിന് അവിടെ മൂവി റിവ്യൂ എടുക്കാൻ വിളിക്കുന്നത്, റിവ്യൂസ് തരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആളുകൾ പറയുന്നത് അവർ പകർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ ചില സമയത്ത് ഈ റിവ്യൂസ് ആദ്യം തന്നെ വരുമ്പോൾ നെഗറ്റീവായിട്ട് ചിലപ്പോൾ കാണാതെ പറയുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ആ ഇതിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മളൊരു സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അഭിപ്രായം പറയാം. കാരണം ഞാനൊരു സിനിമ കണ്ടാൽ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല താങ്കളത്. അപ്പോൾ അതുപോലെ നമുക്ക് രണ്ടാൾക്കും അതിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് നമ്മളത് സിനിമ കാണാതെ പോയിട്ട് പറയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. നമ്മളൊരു കല, അത് നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും നമ്മളത് പൂർണ്ണമായിട്ട് കണ്ടിട്ട് നമുക്ക് നമ്മളതായ അഭിപ്രായം പറയാം. ഒരുപാട് സിനിമകൾ ഇതിന് മുന്നേ ഡയറക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ എഡിയിട്ട് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ ഏതൊക്കെ സിനിമയായിരുന്നു? ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത് സുന്ദർദാസിൻ്റെ കൂടെയാണ്. അത് കുബേരൻ എന്ന് പറയുന്ന ദിലീപ് നായകനായിട്ടുള്ള, അതാണ് എൻ്റെ ആദ്യ സിനിമ. അതിനുശേഷം പിന്നീട് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് പത്മകുമാറിൻ്റെ കൂടെയാണ്. പിന്നെ രഞ്ജിത്ത്, ജോഷി സാറ്, ഷാജൂൻ കാരിയാൽ അവരൊക്കെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്കിൾ എന്നുള്ള സിനിമ ഒരു ജോണറിൽ പെട്ട്, ഇനി അടുത്തത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ജോണേഴ്സ് ചെയ്യാനാണോ ഇഷ്ടം? തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമയുടെ പാറ്റേണിലായിരിക്കില്ലല്ലോ എന്തായാലും അടുത്ത സിനിമകൾ വരിക. അപ്പം എപ്പോഴും നമ്മൾ പിന്നെ കഥയ്ക്കനുസരിച്ചിട്ട് അതിൻ്റെ ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരേ പാറ്റേണിലാവരുത് എന്നുള്ള രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അങ്ങനെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫാമിലിനെ പറ്റി ഒന്ന് പറയാൻ? ഫാമിലി, ഒരു ഭാര്യ, ഒരു മകൻ. മകന് സിനിമയായിട്ട് വലിയ താല്പര്യമില്ല. അവന് പിന്നെ വരയ്ക്കും, പിന്നെ വയലിൻ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ സിൽവർ ഹിൽസിലെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പോൾ ചേട്ടൻ എല്ലാ സിനിമകളും ഇപ്പം ഇറങ്ങുന്ന സിനിമകളൊക്കെ തന്നെ കാണാറുണ്ടോ? മാക്സിമം തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ള ശ്രമം നടത്താറുണ്ട്. എന്നാലും ചിലതൊക്കെ നമുക്ക് മിസ്സാവും. കാരണം ഇപ്പം ഒരുപാട് സിനിമകൾ ഇറങ്ങി നമ്മളെ അല്ലാതെ ഓരോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചില സിനിമകളൊക്കെ മിസ്സാവാറുണ്ട്. എന്നാലും 90% തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. അതും റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ഷോ തന്നെ കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചേട്ടൻ സംവിധാന രംഗത്തേക്ക് വന്നപ്പോഴും സിനിമയിലേക്ക് വരുമ്പോഴും ഒരു റോൾ മോഡൽ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ടാണ് സിനിമയിലേക്ക്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല, നമ്മൾ പ്രഗത്ഭരായ മാസ്റ്റർ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ സിനിമകൾ കാണാറുണ്ട്, നമ്മൾ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇന്നൊരാളെ പോലെ സിനിമ ചെയ്യാന്നുള്ളതല്ല, അതിൽ നിന്നെല്ലാം കൂടെ നല്ല വശങ്ങൾ എടുത്തിട്ട് നമ്മളേതായ ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു അഹങ്കാരമല്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇന്ന ഒരാളില്ല, അല്ലെങ്കിൽ ഇപ്പം ചേട്ടൻ ഒരുപാട് സിനിമകളാണ്, അപ്പൊ ഇന്ന ആളിന്റെ സിനിമയോട് കുറച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല, എല്ലാ സിനിമകളും ഒരുപോലെ. അതിൽ ചില സിനിമകൾ ഹിറ്റാവുന്നു, ചില സിനിമകൾ ഹിറ്റാവാതെ പോകുന്നു, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പുതിയ സിനിമനെ പറ്റി സംസാരിച്ചു, പുതിയ സിനിമന്റെ ഷൂട്ടിംഗ് ഇപ്പൊ തുടങ്ങും അല്ലെങ്കിൽ അനൗൺസ്മെന്റ് മാത്രമാണോ? ഈ മഴ കഴിഞ്ഞ ശേഷം ഉടനെ ഷൂട്ടിംഗ് ചെയ്യണം എന്നാണ്. പിന്നെ സിനിമയുടെ കാര്യങ്ങളൊന്നും നമുക്കൊരു അങ്ങനെ കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ഈ താരത്തിൻ്റെ ഡേറ്റിനനുസരിച്ചിട്ടും
ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൊക്കേഷൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചൊക്കെ മാറാം. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പിന്നീട് പറയാമെന്ന്. എന്തായാലും അതിൻ്റെ ഒരു എഴുത്തുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയുക? പുതിയൊരു സിനിമയായിട്ട് എത്തുകയാണ്, അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മളൊരു സിനിമ വരുമ്പോൾ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതിന് പ്രേക്ഷകരുടെ ഒരു പ്രോത്സാഹനമാണല്ലോ നമുക്കുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം വരുമ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് അടുത്ത സിനിമയിൽ നമുക്ക് നികത്താൻ പറ്റണമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സിനിമയുടെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. അപ്പോൾ പ്രേക്ഷകരോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അത് ഈ അങ്കിള് പോലുള്ള ഒരു തിയേറ്ററിൽ വിജയിച്ച ഒരു സിനിമ കൊടുത്ത ആളാണ്. അപ്പം എന്തായാലും ഒരു എക്സ്പെക്ടേഷൻ പ്രേക്ഷകർക്ക് ഉണ്ടാവും. അപ്പൊ ആ എക്സ്പെക്ടേഷനെ തൃപ്തിപ്പെടുന്ന രീതിയിലായിരിക്കണം അടുത്ത സിനിമ വരേണ്ടത്. ആ ഒരു ചലഞ്ചിങ് തോന്നുന്നുണ്ടോ? എന്തായാലും അടുത്ത സിനിമ എന്നുള്ളത് നന്നാക്കി ചെയ്യാനാണ് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമയാണ് പിന്നെ അയാളും മറ്റുള്ളവരും ഉറ്റുനോക്കുന്നത്. കാരണം ആദ്യ സിനിമ അങ്ങനെ സംഭവിക്കും. പിന്നെ ആദ്യ സിനിമ ഒരു മെഗാതാരത്തെ സൂപ്പർ താരത്തെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത സിനിമ ഒരു വെല്ലുവിളിയാണ്. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൽ അഭിനയിക്കുന്ന ആളുകൾ, അത് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഒരു വെല്ലുവിളി തന്നെയാണത്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ സിനിമയിലേക്ക് കടക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് ഒരു കമേഴ്ഷ്യലി ഹിറ്റ് സിനിമയായിരിക്കും എന്ന് പറയുന്നതിനെ പറ്റി ഒരുപാട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനോ, ബാക്കിയൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ അടുത്ത സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.